ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഓണം ഞാൻ എങ്ങനെയാണ് സെലിബ്രേറ്റ് ചെയ്തതെന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. നിങ്ങൾ എല്ലാവരും അടിപൊളിയായിട്ട് തന്നെ ഓണം ആഘോഷിച്ചു എന്ന് വിചാരിക്കുന്നു. ഞാനും അടിപൊളിയായിട്ട് തന്നെ ഓണം ആഘോഷിച്ചു. അപ്പോൾ ഇന്നത്തെ ഓണത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലല്ല ഓണം ആഘോഷിക്കുന്നത്, അച്ഛമ്മയുടെ കൂടെ തറവാട്ടിലാണ് ഓണം ആഘോഷിക്കുന്നത്. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം. ഞാൻ ഉത്രാടത്തിൻ്റെ അന്ന് എടുത്തു വെച്ച ഭാഗങ്ങളാണ് കേട്ടോ. അപ്പം ഞാനും കണ്ണനും കൂടി കളത്തിന് വേണ്ടിയിട്ടുള്ള പൂക്കളൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ രണ്ടുപേരാണ് ഇതൊക്കെ റെഡിയാക്കാറ്. അച്ഛനാണ് പൂക്കൾ ഇടാറ്, ഞങ്ങൾ അച്ഛനെ ഹെൽപ്പ് ചെയ്യാറാണ് ചെയ്യാറ്. പക്ഷേ ഇത്തവണ അച്ഛന് കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാനും അമ്മയും കണ്ണനും കൂടിയാണ് പൂക്കളൊക്കെ ഇട്ടത്. കുറച്ച് പൂക്കളുള്ളെങ്കിലും നമ്മൾ കുറേ സമയം എടുത്തിട്ടാണ് ഇതൊക്കെ റെഡിയാക്കി എടുത്തത്. കാരണം നമ്മളിങ്ങനെ മടി പിടിച്ച് സംസാരിച്ചൊക്കെ ഇരുന്നിട്ട് കുറേ സമയം എടുത്ത് അതിനനുസരിച്ച് കളർ ഇടാനായിട്ടും കുറേ സമയം എടുത്തു. ഉറങ്ങിയപ്പോഴൊക്കെ നല്ലപോലെ തന്നെ നേരം വൈകിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയാണ് വരച്ചൊക്കെ വെച്ചതെങ്കിൽ ഇങ്ങനെ ഒന്നല്ല കളായതിട്ടാ. നമ്മൾ ഇട്ട് വന്നപ്പോൾ കുറച്ച് പൂക്കളല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഇട്ട് വന്നപ്പോൾ ഇതുപോലെ ഒന്നും ആയിരുന്നില്ല. ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ എങ്ങനെയൊക്കെയോ വെച്ചു. ഹായ് നറ, ഹായ് നറ, ഹായ് നറ, ഹായ് ഫ്രണ്ട്സ്. അമ്മ എല്ലാ കേക്കൊന്ന് കയറ്റിക്കോ. ഇത് വെളുപ്പിനൊരു 4 മണി 4:30 സമയമാണ് കേട്ടോ. ഈ ടൈമിലാണ് നമ്മൾ ഓണം കൊള്ളണത്. ഓണം കൊള്ളണമെന്ന് പറഞ്ഞാൽ എന്താണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഓണം കൊള്ളാനായിട്ട് കണ്ണനെ നീപ്പിച്ച് അച്ഛനെ നിർത്തിയിട്ടുണ്ട് ഇവിടെ. കളത്തിന് ചുറ്റും അച്ഛനെ ഇങ്ങനെ കുറേ കുത്തുകളിട്ട് കൊടുക്കുക. അരിപ്പൊടി കൊണ്ട് കുറേ ഇട്ട് നിറയ്ക്കുന്നുണ്ടായിരുന്നു അതിലൊക്കെ. പിന്നെ ഇത് എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം. ഇത് എന്തിനാണെന്ന് എനിക്കറിയില്ല. പക്ഷെ എല്ലാ ഓണത്തിനും നമ്മളിങ്ങനെ പച്ചരി അരച്ചരിയിൽ ഇങ്ങനെ കൈമുക്കിയിട്ട് ഡോർമി ഇങ്ങനെ വെക്കും. നമ്മൾ 4 ആളെ കൈവയ്ക്കും. അപ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് ചായ കുടിക്കാനായിട്ട് ഇങ്ങനെ വിഷു ഓണം ദിവസങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് ചായ കുടിക്കാറ്. അപ്പോൾ അതെ, ഈ അടയായിരിക്കുള്ളൂ എല്ലാ വിഷു ഓണം അങ്ങനത്തെ വിശേഷ ദിവസങ്ങളിലൊക്കെ നമ്മളെ വീട്ടിലുണ്ടാവുക. എനിക്കതൊട്ടും ഇഷ്ടമല്ല. പക്ഷെ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കണമല്ലേന്ന് വെച്ചിട്ട് ഞാൻ ചുമ്മാ കഴിക്കും. ഇത്തവണ ആണെങ്കിൽ നേരത്തെ തുടങ്ങി ചായ കുടിയൊക്കെ. കാരണം നമുക്ക് തറവാട്ടിലേക്ക് പോകണമല്ലോ. സാധാരണ ദിവസങ്ങളിൽ അച്ഛൻ പുറത്തൊക്കെ പോയിട്ട് വരുമ്പോൾ 10 മണി 11 മണിയൊക്കെ ആവും. അപ്പോൾ നമ്മൾ അത്രയും നേരം അച്ഛനെ വെയിറ്റ് ചെയ്തിട്ട് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നാണ് കഴിക്കുക. പക്ഷേ ഇന്ന് നല്ലപോലെ തന്നെ വേഗം തന്നെ കഴിച്ചു. ഒരു 8 മണി 8:30 ആയപ്പോഴേക്കും നമ്മൾ ചായ കുടിയൊക്കെ കഴിഞ്ഞ് വേഗം തന്നെ അങ്ങോട്ട് പോയി. പിന്നെ അതേ ഓണത്തിൻ്റെ നമുക്ക് ചെറിയൊരു കേക്ക് കട്ടിങ്ങും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ഇതെൻ്റെ അമ്മയുടെ അനിയത്തിൻ്റെ മോനാണ്. ഇത് അമ്മയുടെ വീട്ടിലാണ് കേട്ടോ. അവരവിടെയാണ് നിൽക്കണം.
ഇന്ന് അവൻ്റെ ആളിവിടെ നാട്ടിലുണ്ടായിരുന്നില്ല. ആൾ കുറേ നാളായ ഓണമൊക്കെ ആഘോഷിച്ചിട്ട്. ആൾ വരുന്ന ടൈം എന്ന് പറഞ്ഞാൽ ഏപ്രിലൊക്കെ ആ ടൈമിലാണ് വരാറ്. ഇപ്പോൾ ഓണത്തിനൊക്കെ വന്നിട്ട് കുറേ വർഷങ്ങളായി. ഇപ്പോൾ കുറേ നാളെത്തിയിട്ട് കൂടുന്ന ഒരു ഓണമാണ്. അത് നമുക്ക് തറവാട്ടിൽ തന്നെ കൂടാൻ പറ്റി. നമ്മൾ അടിച്ച് പൊളിച്ച് തന്നെയാണ് അത് ആഘോഷിച്ചത്. ഇപ്പോൾ വിഷുവേട്ടൻ എന്താണ് പറയണതെന്ന് വെച്ചാലേ, അവിടെ ഞങ്ങൾ ഇടയ്ക്ക് മെസ്സേജ് അയക്കുമ്പോൾ ഫുഡ് കഴിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആൾ ഫുഡ് കഴിച്ച് കറി എന്താണെന്ന് ചോദിക്കുമ്പോൾ ഒട്ടക പശുയുടെ മുട്ട ചിക്കിയത് അങ്ങനെയൊക്കെ പറയും. അപ്പോൾ അതിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ കാണുന്നത്. പൊട്ടൂലടി ചുറ്റി വെച്ച് പൊട്ടിക്കും. ഇത് നമുക്ക് കഴിക്കാനുള്ള ഫുഡാണ് കേട്ടോ ഉച്ചയ്ക്ക്. ഇപ്പോൾ പായസവും ചോറും കറികളും കാര്യങ്ങളൊക്കെ ചാച്ചനും വെല്ലിശനും എല്ലാവരും കൂടി ചാച്ചൻ്റെ വീട്ടിൽ വെച്ച് ഉണ്ടാക്കുകയാണ് ചെയ്തത്. എന്നിട്ട് നമ്മൾ തറവാട്ടിക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് കഴിക്കാൻ വേണ്ടിയിട്ട്. തറവാട് തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. ഇതാണ് എൻ്റെ തറവാട്. ഇതൊരു 28-30 വർഷമൊക്കെ പഴക്കമുണ്ടെന്നാണ് വീട്ടിൽ പറഞ്ഞു കേട്ടത്. അപ്പോൾ ഇത് ആദ്യം തന്നെ ഞങ്ങളാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നത്. തറവാട്ടിലുള്ളതിൽ കുഞ്ഞു കുട്ടികൾ ഞങ്ങളാണ്. കുറേ ചേച്ചിമാരുണ്ട്, അവരൊക്കെ കല്യാണം കഴിഞ്ഞു. അപ്പോൾ അവരവിടെ സദ്യ കഴിച്ചിട്ടേ വരുള്ളൂ തറവാട്ടിക്ക്. പിറ്റേ ദിവസമൊക്കെ ആയിട്ടാണ് എൻ്റെ അച്ഛനും പിന്നെ എൻ്റെ അച്ഛനും പരീക്ഷന്മാരൊക്കെ ഉണ്ട്. ഇതെൻ്റെ അച്ഛന്മാരെ മരുമക്കളാണ് ഈ കാണുന്നത്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അവിടെ വെറുതെ നിൽക്കായിരുന്നു. കുറേ ഉറങ്ങാതിരിക്കാൻ വേണ്ടി നോക്കി, പക്ഷെ അതിൻ്റെ ഇടയിൽ എപ്പോഴൊക്കെയോ ഉറങ്ങിപ്പോയി നമ്മൾ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഓണപ്പരിപാടിയിൽ മെയിനായിട്ട് ഒരാളെ എണ്ണായിരുന്നിട്ട്. ഇത്രയും തെങ്ങുകളൊന്നും ഞാനവിടെ ബീച്ചിൽ പോകുമ്പോൾ കാണാറില്ല. പക്ഷെ ഇപ്പം ഇങ്ങനെ കുറേ എണ്ണത്തിൻ്റെ കടഭാഗം കാണുന്നുണ്ട്. അതൊക്കെ എനിക്ക് തോന്നുന്നു അന്നത്തെ വെള്ളപ്പൊക്കത്തിൽ പോയതായിരിക്കണം. തറവാട്ടിലെ ഓണത്തിൻ്റെ ഒരു പ്രത്യേകത ഓണം കളി എന്നുള്ളത്. നമ്മൾ പണ്ടൊക്കെ എല്ലാവരും കൂടി നിന്നിട്ട് ഇങ്ങനെ ഓണം കളിക്കും. വെല്ലിശൻ പാട്ട് പാടി തരും. ചേച്ചിമാരും വല്യമ്മമാരും എല്ലാവരും ചേട്ടന്മാരും അനിയന്മാരൊക്കെ എല്ലാവരും കൂടി നിന്നിട്ട് ഇങ്ങനെ വട്ടത്തിൽ നിന്നിട്ട് ഓണം കളിക്കും. അപ്പോൾ നമ്മൾ പുറത്തു നിന്നൊക്കെ നമ്മളെ അടുത്ത വീടുകളിൽ നിന്നൊക്കെ ആൾക്കാർ കാണാൻ വരുമായിരുന്നു. അതൊക്കെ നല്ലൊരു ഓർമ്മകളുണ്ട്. ഇപ്പോൾ ഇത് കുറച്ച് പേരേ ഉള്ളൂ, ചേച്ചിമാരൊന്നും എത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇങ്ങനെയൊക്കെ ആയിരുന്നു ഞാൻ ഈ ഒരു ഓണം ആഘോഷിച്ചത്. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.